ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ നമ്മൾ നൈസായ പത്തിരി എങ്ങനെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അങ്ങനെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ ദേഷ്യം വരും. കാരണം വൈകുന്നേരം ഈ ചൂടും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടാവും, നോമ്പുമല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പത്തിരി വളരെ ഈസി ആയിട്ട് തോന്നും. പത്തിരി ഉണ്ടാക്കാനെടുക്കണ പൊടിയും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും അതിൻ്റെ പത്തിരി ചുട്ടെടുക്കണ ആ ഒരു രീതിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് തോന്നും ഈ പത്തിരി ഉണ്ടാക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, പൊടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു കപ്പിൻ്റെ അളവിന് 4 കപ്പ് വെള്ളമാട്ടോ എടുക്കുന്നത്. ഞാൻ ഈ ഒരു കപ്പിന് തന്നെ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. കൂടാനും കുറയാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നോമ്പായതുകൊണ്ട് നമുക്ക് പാകം നോക്കാനും അറിയില്ല. അപ്പോൾ ഏകദേശം ഒരളവിന് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിന് തന്നെ കേട്ടോ ഞാൻ പൊടി എടുക്കുന്നത്. ഇത് റേഷൻ കടയിലത്തെ പച്ചരി പൊടിച്ച പൊടിയാണ്. ഇപ്പോൾ 2 കപ്പ് അളവിന് പൊടി എടുത്തിട്ടുണ്ട്. ആ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് മറിയുമ്പോൾ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിട്ട് അങ്ങനെ നിൽക്കും. ചില ഭാഗത്ത് വെള്ളമില്ലാതെയും ചില ഭാഗത്ത് കട്ടയിട്ട് ഒട്ടിയിട്ടൊക്കെ അങ്ങനെ നിൽക്കും. അപ്പോൾ അതിനോട് കൂടി തന്നെ നമ്മളൊരു നല്ല ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് വെള്ളമൊക്കെ അധികം ഇരിക്കണു, തമ്മിൽ ഒട്ടിപ്പിടിക്കണുണ്ട് വല്ലാതെ എന്നൊക്കെ തോന്നും കേട്ടോ കാണുമ്പോൾ. പക്ഷേങ്കിൽ ഇങ്ങനെ വാട്ടുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പണ്ടൊക്കെ പുട്ടിന് പൊടി ഉണ്ടാക്കൂലേ, ആ ചേലിക്കാട്ടോ പൊടി വാട്ടിയത്. ഞാനൊക്കെ അങ്ങനെയാണ് പൊടി വാട്ടി കണ്ടിക്കണത്. പക്ഷേ ഇത് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞെന്നാട്ടോ. എൻ്റെ അമ്മ പറഞ്ഞു, ഒന്ന് വെള്ളം കുറച്ച് കൂടുതലാക്കി വാട്ടിക്കഴിഞ്ഞാൽ കുഴച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആ പൊടിയും കൊണ്ട് ഇടങ്ങാറായി ഒരു കൊല്ലത്തിന് പിന്നെ പത്തിരി ഉണ്ടാക്കേണ്ട പൂതി ഉണ്ടാവില്ല. കാരണം അത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു 10 വട്ടം പത്തിരി ചുട്ടമായി നമ്മൾ തളർന്നിട്ടുണ്ടാവും, അങ്ങനെ വെള്ളം കുറവാക്കിയിട്ട് ഇത് വാട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത്. ഇങ്ങനെ കാണുമ്പോൾ ഇതെങ്ങനെ പത്തിരിയാക്കി എടുക്കുക എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല കൂടി നിൽക്കുകയല്ലേ പൊടി. അപ്പോൾ നിങ്ങൾ നോക്കിയത് നമുക്കൊന്ന് ചൂടാറിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചൂടാറിയതിൻ്റെ മുമ്പ് തന്നെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കട്ട പിടിച്ചിട്ട് പൊടി അവിടെയും ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ കൂട്ടിയെടുക്കുക. പിന്നെ ചൂടാറിയതിന് ശേഷം വെള്ളം ചേർക്കരുത്. കുഴക്കുമ്പോൾ നല്ലോണം കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടുക തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ പിന്നെ കയ്യിൽ ഒട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല പതുപതേനായിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമുക്കിത് ചെറിയ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു അളവിനുള്ള കുഞ്ഞു ബോൾസുകളാക്കിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കാം. പിന്നെ ഇങ്ങനെ ഇരട്ടി വെള്ളം വെച്ചത് കൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് കുഴച്ചെടുക്കാനും പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ പെട്ടെന്നത് റെഡിയായി കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെള്ളം കുറവാണെങ്കിൽ ഇതിൽ നമ്മൾ വെള്ളം കൂട്ടി അങ്ങനെ കുഴച്ചിട്ട്
ഇങ്ങനെ ഉരുട്ടിയെടുക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു പാകം കിട്ടണമെങ്കിൽ കുറേ നമ്മൾ മെനക്കെട്ട് കുഴക്കേണ്ടി വരും. ഇതിങ്ങനെ ഇരട്ടി വെള്ളം വെച്ച് കൊടുത്തുകൊണ്ട് പൊടി വേവും ചെയ്തിക്കണ്, പിന്നെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ എല്ലാതും പിന്നെ ബോൾസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. ഇവിടെയാണ് നമുക്കൊരാളും കൂടി ഉണ്ടെങ്കിൽ എന്ന് തോന്നിപ്പോവുക. നമ്മൾ ഒരാളൊക്കെ ഒറ്റയ്ക്ക് പത്തിരിപ്പണി എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് നമുക്ക് ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ പൊടിയിലിട്ട് തട്ടിക്കൊട്ടി എടുക്കാൻ ഒരാളും കൂടി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചു, വരാമെന്ന് പറഞ്ഞു, കഴിയുമ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞ്. പിന്നെ അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് അങ്ങനെ പരത്തി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലമ്മയൊക്കെ പരത്തിയെടുക്കുകയല്ലേ, അന്ന് പ്രസ്സൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ലോണം കുഴച്ച് ഇത് സോഫ്റ്റായിട്ടിത് പലമ്മയൊക്കെ പരത്തി പോകുമ്പോൾ ആ ഒരു ഷേപ്പൊക്കെ കിട്ടണമെങ്കിൽ നല്ലോണം അമ്മിക്കല്ലിലിട്ടിട്ടൊക്കെയാണ് കുഴച്ചിട്ട് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒക്കെ തട്ടിക്കൂട്ടി പൊടിയിലിട്ടൊക്കെ തട്ടിക്കൂട്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചുടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ചുടണമെന്ന് നോക്കിക്കോ. ഒരു പത്തിരി പോലും കരിയൂല, ഞാൻ ഈ ചട്ടി തുടക്കും ചെയ്യൂല കേട്ടോ. കാരണം ഈ ചട്ടി തുടക്കേണ്ട ആവശ്യമില്ല, ഒരു പത്തിരി പോലും കരിയൂല. ഇനി ഇതിപ്പോൾ സ്റ്റൗവിൽ വെച്ചോണ്ടാ തോന്നും, അടുപ്പിലാണെങ്കിലും ഞാൻ തുടക്കൂല. തുടക്കാതെ ഞാൻ ഈ പത്തിരി നല്ല വെള്ള കളർ തന്നെ, ഒരു മഞ്ഞ കളർ പോലും വരാതെ ഞാനിത് ചുട്ടെടുക്കും. അങ്ങനെയാണ്. എല്ലാവർക്കും പത്തിരി ചുടാൻ ഭയങ്കര മടിയായിരിക്കും. ഞാൻ പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നോമ്പുറപ്പിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പത്തിരി വീട്ടിൽ ചൂടായിരുന്നു. ഇപ്പോൾ ഒക്കെ നമ്മൾ റെഡിമെയ്ഡ് കുറേ അങ്ങനെ വേണമെങ്കിലൊക്കെ നമ്മൾ റെഡിമെയ്ഡ് അങ്ങനെ മേടിക്കലല്ലേ. അപ്പോൾ ഈ പത്തിരിപ്പണി കണ്ടാൽ ഞാൻ ആദ്യം ഇവിടെ ചട്ടി കടുത്ത് റെഡിയായി നിൽക്കും, ഞാനാ ചുടുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പത്തിരി ചുടുന്നത്. പൊടി വാട്ടുക കുഴക്കുക അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ഈ പത്തിരി നന്നായിട്ട് ചുട്ടെടുക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ പത്തിരി ചുടുന്ന മെത്തേഡ് നോക്കിക്കോട്ടോ. ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കും, പിന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാ ഭാഗവും പത്തിരിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വേവുകയും ചെയ്യും, നന്നായിട്ട് പൊള്ളച്ച് വരികയും ചെയ്യും. ഒരു പത്തിരി പോലും പൊള്ളക്കാതിരിക്കില്ല, എല്ലാതും നല്ല പൊള്ളച്ചല്ല ഉരുണ്ട് വരും ലെയറായിട്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും, പത്തിരി നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ പത്തിരിപ്പണി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ അവിടെ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിന്, എന്തായാലും ഇതുപോലെ വെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് വാട്ടി നോക്കിന്. ഇതുപോലെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലും വേറെ വെള്ളം കൂടാനോ കുറയാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒന്നും ആവില്ല. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ നല്ലതാണ് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ, സുബർഗത്തോപ്പിലെ ഹൂറിയെപ്പോലെ മുഞ്ചെത്തിയായൊരു പെണ്ണിവളല്ലേ. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ, സുബർഗത്തോപ്പിലെ ഹൂറിയെപ്പോലെ മുഞ്ചെത്തിയായൊരു പെണ്ണിവളല്ലേ. കവിളിൽ മറുകുള്ള സുന്ദരി അവൾ കരള് കവർന്നൊരു പൈങ്കിളി, കവിളിൽ മറുകുള്ള സുന്ദരി അവൾ കരള് കവർന്നൊരു പൈങ്കിളി.